എത്രയും ബഹുമാനപ്പെട്ട വന്ധ്യപിതാവേ, അങ്ങയുടെ സ്ലീഹാക്കടുത്തതും ആത്മപിതാവിനടുത്തതുമായ ആശീർവാദം താഴ്മയോടെ അപേക്ഷിക്കുന്നു. സ്നേഹപിതാവിന് ഇപ്പോൾ സുഖമാണോ? എങ്ങനെയിരിക്കുന്നുവെന്ന് അറിയാൻ അത്യധികം ആഗ്രഹിക്കുന്നു. പിതാവേ, എൻ്റെ ആത്മകാര്യം സംബന്ധിച്ച് അറിയിച്ചിട്ടുള്ളതിൽ ശക്തിയായിട്ടുള്ളത് പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ തിരുനാളോടുകൂടി കുറഞ്ഞു. എങ്കിലും മുമ്പ് സ്നേഹപിതാവിനെ അറിയിച്ചിട്ടുള്ള വേദന വിടാതെ നിൽക്കുന്നുണ്ട്. രാത്രിയിൽ കുറേയധികം ശക്തിയായിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ ഒട്ടും ഉറങ്ങുന്നതിന് സാധിക്കുന്നില്ല. ഞാൻ വളരെ പാപം ചെയ്തിട്ടുള്ളവളാണല്ലോ. ചില സമയത്ത് എല്ലാം കൊണ്ടും വളരെ പ്രയാസം തോന്നിപ്പോകുന്നു. എൻ്റെ പാപത്തിന് മുൻപാകെ ഒന്നും സാരമില്ല. ദൈവത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും അനുഗ്രഹം മാത്രമാണ് എല്ലാറ്റിലും ഈ വെറുക്കപ്പെട്ട ഹീന സൃഷ്ടിയോട് കാണിക്കുന്നത് എന്നോർത്ത് ഞാൻ അതിശയിക്കുന്നു. എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ചിലപ്പോൾ എനിക്ക് ഓർമ്മയില്ലാതെ വരുന്നുണ്ട്. പിതാവ് എഴുതുന്നതിന് കൽപ്പിച്ചതുകൊണ്ട് അല്പം എഴുതുന്നു. കുമ്പസാര രഹസ്യമായി കാക്കണമെന്ന് താഴ്മയോടെ സ്നേഹപിതാവേ, കുറച്ച് ദിവസങ്ങളായിട്ട് ഉള്ളിലെ അസ്വസ്ഥതകൾ വളരെ ശക്തിയാകുന്നുണ്ട്. എന്നാൽ അത് എൻ്റെ നല്ല ദൈവത്തെക്കുറിച്ച് നല്ലവണ്ണം സഹിക്കണം എന്ന് തന്നെ തീരുമാനിച്ച് പരിശുദ്ധ അമ്മയോടും നല്ല ഈശോയോടും അപേക്ഷിച്ച് സാധിക്കുന്നത്ര ശ്രദ്ധയോടെ ചെയ്തു വരുന്നു. അധികം ശക്തിപ്പെടുകയും വശക്കേടുണ്ടാവുകയും ചെയ്തപ്പോൾ സ്നേഹപിതാവിനെ അറിയിക്കുന്നതിന് ആഗ്രഹം വന്നിരുന്നു. ആ ഒരു ആശ്വാസം കൂടെ ഉപേക്ഷിച്ച് എൻ്റെ നല്ല ഈശോയ്ക്ക് കാഴ്ചവെക്കണമല്ലോ എന്നോർത്ത് അപ്രകാരം ചെയ്തു. 3 ആഴ്ച അടുപ്പിച്ച് വ്യാഴം തുടങ്ങി ശനിയാഴ്ച സന്ധ്യയാകുന്നതുവരെ യാതൊരു ആശ്വാസവുമില്ലാതെ അനുഭവിച്ചിരുന്നു. കാര്യം ശരിയായി മനസ്സിലാക്കാത്തതുകൊണ്ട് സ്നേഹപിതാവിനോടും കുറച്ച് വിഷമം എനിക്ക് തോന്നിയിരുന്നു. എല്ലാം ദൈവ തിരുമനസ്സ് എന്ന് കരുതി എനിക്കിത് വേണ്ടതാകുന്നു എന്നും മറ്റും വിചാരിച്ചിരുന്നു. നവസന്യാസിനികളെ ഞാൻ എങ്ങനെ നടത്തേണ്ടു? വളരെ കാർക്കശ്യത്തോടെ ഞാൻ പെരുമാറുന്നതുകൊണ്ട് പല നല്ല ആത്മാക്കളെയും വിഷമിപ്പിക്കുന്നുവെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവരുടെ ആത്മനാശത്തിന് ഞാൻ കാരണമാകുന്നതിനേക്കാൾ വേഗത്തിൽ എന്നെ അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറ്റണമേ, അല്ലെങ്കിൽ എന്നെ മരിപ്പിക്കണമേ എന്നും മറ്റുമുള്ള എൻ്റെ സങ്കടമൊക്കെ പറഞ്ഞ് പരിശുദ്ധ കുർബാന കൈക്കൊണ്ട് കഴിയുമ്പോൾ മുട്ടിപ്പായി അപേക്ഷിച്ചിരുന്നു. കർമ്മല മാതാവിൻ്റെ നൊവേനയുടെ അവസാനത്തെ ശനിയാഴ്ച ഞങ്ങൾക്ക് മുഴുവൻ ധ്യാനമായിരുന്നു. ആ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും വളരെ ശക്തമായ ഞെരുക്കം എൻ്റെ ശരീരത്തോട് അവർ ചെയ്തിരുന്നു. എൻ്റെ അമ്മേ, എനിക്ക് ഇതൊക്കെ സഹിക്കുന്നതിന് ശക്തിയില്ല. നീ തന്നെ എന്നെ സഹായിക്കണേ എന്ന് ഞാൻ അപേക്ഷിച്ചു. ആ സമയത്ത് ശക്തിപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞു തന്ന് അമ്മ എന്നെ ധൈര്യപ്പെടുത്തി. ശനിയാഴ്ച രാവിലെ കുർബാന കൈക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ മുൻപ് എഴുതിയിരുന്ന പോലെ അപേക്ഷിച്ചിരുന്നു. എവുപ്രാസ്യ, മുറിയിൽ പോകുക എന്ന് പറഞ്ഞ് കേട്ടു. ഞാൻ പോന്നു. മുറിയിൽ വന്ന ക്ഷണം ഒരു തല ചുറ്റു വന്നു. ഞാൻ മുഴുവനും ഓർക്കുന്നില്ല. എൻ്റെ മകളെ, നീ ധൈര്യമായിരിക്കുക. എൻ്റെ സ്നേഹത്തെക്കുറിച്ച് എല്ലാം നല്ലവണ്ണം സഹിക്കുക. നിന്റെ ഏറ്റവും വലിയ യോഗ്യതയ്ക്ക് വേണ്ടിയാണ് ഈ സഹനങ്ങൾ എല്ലാം ഒരുക്കിയിരിക്കുന്നത്. ഞാൻ നിന്നെ സഹായിക്കുന്നുണ്ട്. ഇതോട് ചേർന്ന് ചിലതൊക്കെ പറഞ്ഞു. അവസാനം, എൻ്റെ മകളെ, എല്ലാറ്റിലും നിന്റെ കടമ നിറവേറ്റുക. ഒന്നും ഭയപ്പെടേണ്ട, ഞാനാകുന്നു പറയുന്നത്. ഒടുവിൽ, എവുപ്രാസ്യ, നിന്റെ കടമ പോലെയും അറിവ് പോലെയും എല്ലാം നടത്തിയോ എന്ന് ചോദിക്കാനിരുന്നത് നിന്റെ ദിവ്യരക്ഷിതാവായ ഞാനാകുന്നു. അതിനാൽ മനുഷ്യരുടെ വാക്കുകളെ ഭയപ്പെട്ട് നിനക്ക് കടമായിരിക്കുന്ന പ്രവൃത്തികളെ ഉപേക്ഷിക്കരുത്. എവുപ്രാസ്യ, മനുഷ്യർ മനുഷ്യരുടെ വാക്കുകളെ വിശ്വസിക്കുന്നു, അതുപോലെ പ്രവർത്തിക്കുന്നു. എന്നാൽ ദൈവം നിന്റെ പ്രവൃത്തികളെയും ഹൃദയത്തിൻ്റെ നിയോഗത്തെ കൂടെയും സൂക്ഷ്മമായി യാതൊരു വ്യത്യാസവും കൂടാതെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ മകളെ, നീ ചെയ്തത് എല്ലാം അവരുടെ ആത്മഗുണത്തിനു വേണ്ടിയും നിന്റെ മോക്ഷമണവാളൻ്റെ ഏറ്റവും വലിയ സ്തുതിക്കായിട്ടും എൻ്റെ അമ്മയുടെ പ്രവൃത്തികളോടുകൂടെ ചേർന്നു ദിനംപ്രതി മുടങ്ങാതെ പല പ്രാവശ്യം അമ്മയുടെ കൈകളിലൂടെ നിന്റെ സ്നേഹരക്ഷിതാവായ എനിക്ക് നീ കാഴ്ചവെച്ചിരുന്നില്ലേ? പിന്നെ എന്തേ വിഷാദിക്കുന്നു? എന്തേ നീ ഇത്ര വ്യസനിക്കുന്നു? നിന്റെ പ്രവൃത്തികളുടെ ലക്ഷ്യത്തെ കൂടെ മുൻകൂട്ടി അറിയുന്നവൻ ഞാനാകുന്നു. ഞാൻ ദൈവമാണ്, മനുഷ്യനല്ല. തിരിഞ്ഞോ? എൻ്റെ മകളെ, നിനക്ക് എല്ലായ്പ്പോഴും പീഡകൾക്കും ആക്ഷേപത്തിനും എതിർപ്പുകൾക്കും ശിക്ഷയ്ക്കും മാത്രമേ യോഗ്യതയുള്ളൂ എന്നോർത്ത് എല്ലാറ്റിലും വളരെ എളിമപ്പെട്ടുകൊണ്ട് നിന്റെ മോക്ഷമണവാളനെ ഓർത്ത് എല്ലാം നല്ലവണ്ണം ക്ഷമിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം
എല്ലാറ്റിലും പൂർണ്ണമായി നിറവേറ്റി സമാധാനമായി ജീവിക്കണം. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ധൈര്യമായിരിക്കണം. എവുപ്രാസ്യ, നല്ല ധൈര്യത്തോടെ ദൈവശുശ്രൂഷയ്ക്കടുത്ത നിന്റെ കടമകൾ നിറവേറ്റുക. നിന്റെ കൂടപ്പിറപ്പുകളിൽ നിന്നും സഹോദരികളിൽ നിന്നും നീ വളർത്തിവരുന്ന മക്കളിൽ നിന്നും ഏറെ എതിർപ്പുകളും ഞെരുക്കങ്ങളും സഹിക്കേണ്ടി വരും. ഒട്ടും ദുഃഖിക്കേണ്ട എൻ്റെ മകളെ. ഇതെല്ലാം നിന്റെ ഏറ്റവും വലിയ യോഗ്യതയ്ക്കായി നിന്റെ രക്ഷിതാവായ ഞാൻ തരുന്നതാകുന്നു. എനിക്ക് ഒരിക്കലും ഒരു വ്യത്യാസവും മാറ്റവുമില്ല. എന്നേക്കും നിലനിൽക്കുന്നവനും സകലത്തെയും ശരിയായി അറിയുന്നവനും ഹൃദയത്തിൻ്റെ രഹസ്യങ്ങളെ കൂടെ മനസ്സിലാക്കുന്നവനും ഞാൻ മാത്രമാകുന്നു. നീ എന്നിൽ നിന്ന് ഒരിക്കലും അകലാതിരിക്കാൻ വേണ്ടി സഹനങ്ങളാകുന്ന എൻ്റെ കാസയുടെ ഒരു പങ്കിനെ നിന്റെ മോക്ഷമണവാളനായ ഞാൻ നിനക്ക് തന്ന് എൻ്റെ സ്നേഹത്തിലേക്ക് കൂടുതൽ ക്ഷണിക്കുന്നതാകുന്നു. അതിനാൽ എൻ്റെ സ്നേഹത്തിൽ നീ തെളിഞ്ഞ് സന്തോഷിക്കുക, ആശ്വസിക്കുക. അവിടെ നിനക്ക് സർവവും ഉണ്ട് എന്നരുളി ചെയ്ത് അവിടുത്തെ തിരുമുറിവുകളെ മുത്തിച്ചു. നിന്റെ ഉള്ളിലെ ഞെരുക്കങ്ങൾക്ക് ആശ്വാസമാകും. ഇവിടെ പീഡകളും ഞെരുക്കങ്ങളും സഹിക്കുന്നവർ അവസാനം എന്നോട് കൂടെ നല്ലവണ്ണം സന്തോഷിക്കും. തിരിഞ്ഞോ, നല്ല ധൈര്യമായിരിക്കണം. ഇവിടെ 2 കാര്യങ്ങൾ അവിടുന്ന് എന്നെ ഓർമ്മിപ്പിച്ചു. ഞാൻ എഴുതുന്നില്ല. എവുപ്രാസ്യ, ആ 12 സ്ലീഹന്മാരെ ഞാൻ സ്നേഹിച്ചിരുന്നില്ലേ? അവർക്ക് ഉപകാരം ചെയ്തില്ലേ? ആരാണ് എന്നെ ഒറ്റിക്കൊടുത്തത്? എന്തു കുറ്റമാണ് ഞാൻ ചെയ്തത്? ഏതു വിധത്തിൽ അവരെ ഞാൻ സ്നേഹിച്ചു? അതുവഴിയായി നന്ദികെട്ട മനുഷ്യർക്ക് വേണ്ടി സ്നേഹത്തെക്കുറിച്ചും കുരിശിന്മേൽ ഞാൻ മരിച്ചു. നീ ഇത് ഓരോ സംഗതികളിലും മനസ്സിലാക്കി ധൈര്യത്തോടെ ഇരിക്കണമെന്നും അരുളി ചെയ്ത് ആശീർവാദവും തന്നു. പോകുന്ന സമയം നിന്റെ ആത്മപിതാവ് എന്തുതന്നെ നിന്നോട് ചെയ്താലും ഒന്നും കരുതേണ്ട. പരമാർത്ഥമായി നിന്റെ ആത്മകാര്യത്തിൽ അറിയിക്കണമെന്ന് തോന്നുന്ന സംഗതികൾ എല്ലാം അറിയിക്കുക. പിന്നെ ആത്മപിതാവിൻ്റെ കൽപ്പന പോലെ എല്ലാം ചെയ്യുക. മകളെ, ഇതിൻ്റെ കാരണത്താൽ എൻ്റെ ശക്തിയാൽ പെട്ടെന്ന് ഇപ്പോൾ തന്നെ നിന്റെ അടുക്കൽ വന്ന് കാര്യം ഏറ്റുപറയും എന്ന് പറഞ്ഞു പോയി. പിതാവേ, ഇത് സംഭവിക്കുമെന്ന് എനിക്ക് ഒരു വിചാരവുമില്ലായിരുന്നു. അല്പനേരത്തിനിടയിൽ ആ ആൾ എൻ്റെ മുറിയുടെ അടുക്കൽ വന്ന് കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തായാലും എനിക്ക് ഒന്നുമില്ല. മനുഷ്യരോ തലവന്മാരോ എന്നെ ഉപേക്ഷിക്കുന്നതുകൊണ്ടും വെറുക്കുന്നതുകൊണ്ടും എന്നോട് വിരോധം കാണിക്കുന്നതുകൊണ്ടും എനിക്കൊന്നുമില്ല. എൻ്റെ ദൈവത്തെ ഉപദ്രവിക്കാതെ ജീവിക്കുന്നതിന് വേണ്ടി എനിക്കായി അപേക്ഷിക്കണമേ. ഒന്നും സാരമില്ല, വിഷാദിക്കേണ്ട എന്ന് പറഞ്ഞു. ഈ കാര്യത്തിൽ ഇതിൽ എഴുതുന്നതിന് എനിക്ക് തോന്നുന്നില്ല. സ്നേഹപിതാവേ, ദൈവം എനിക്ക് തന്ന ഈ മനോഗുണം ആരുടെയും തിന്മയല്ല. എൻ്റെ രക്ഷിതാവ് എന്നെ സ്നേഹിച്ചിട്ട് തരുന്നതാകുന്നു. അവർ കാര്യം എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. ഇതിൽ ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ട്. പിതാവേ, അവിടുന്ന് ഇത്രയേറെ എന്നെ സഹായിക്കുന്നതിനും അനുഗ്രഹിക്കുന്നതിനും എനിക്ക് യാതൊരു യോഗ്യതയുമില്ല. അവിടുത്തെ അനുഗ്രഹം കൊണ്ട് മാത്രം ഒരു പാപിയോട് ഇങ്ങനെ ചെയ്യുന്നു. പിതാവേ, രക്ഷിതാവ് ഒരു കാര്യം വളരെ സങ്കടത്തോടെ എന്നോട് പറഞ്ഞു. നിന്റെ മണവാളന്റെ തിരുരക്തത്തിന്റെ ഫലം എടുക്കാതെ ഏറെ ആത്മാക്കൾ നശിച്ചു പോകുന്നു. അവർക്കായി നല്ലവണ്ണം അപേക്ഷിക്കണം. എൻ്റെ ഹൃദയത്തിന് ആശ്വാസം വരുത്തണം. പരിശുദ്ധ കർമ്മല അമ്മയുടെ തിരുനാളിൽ വളരെ പ്രകാശമുള്ള ഒരു മേഘത്തിൽ കർമ്മല സഭക്കാരുടെ വലിയ ഒരു കൂട്ടത്തിൻ്റെ നടുവിൽ അമ്മയെ ഞാൻ കണ്ടു. ഇതൊരു ഓർമ്മ മാത്രമേയുള്ളൂ. അമ്മയെയും രക്ഷിതാവിനെയും ഭംഗിയുള്ള സ്ഥിതിയിൽ ഞാൻ കണ്ടില്ല. നിഴൽ പോലെയാണ് കണ്ടത്. പ്രകാശത്തിന്റെ ശക്തിയാൽ അമ്മയും രക്ഷിതാവും മനോഹരമായി തിളങ്ങിയിരുന്നു. സ്വരം മാത്രം വ്യക്തമായി കേട്ടു. ഇനി ഒന്നും ഓർക്കുന്നില്ല. ആശീർവാദവും തന്നു. അത് ഓർമ്മ വരുന്നുണ്ട്. അതോടെ ഹൃദയത്തിലെ പീഡകൾക്ക് വളരെ ആശ്വാസം കിട്ടി. ശക്തി കുറഞ്ഞു എങ്കിലും പിതാവേ, വേദന വിടാതെ നിൽക്കുന്നുണ്ട്. ഞാൻ വളരെ ദോഷങ്ങളും തെറ്റുകളും ചെയ്ത ഒരു മഹാപാപിയാകുന്നു. വല്ല വിധത്തിലും എൻ്റെ ദോഷത്തിന് ഒരു പരിഹാരം ചെയ്യണം എന്നൊരു ആഗ്രഹവും അപേക്ഷയുമുണ്ട്. പിതാവേ, ചിലപ്പോൾ എല്ലാം ഒരുമിച്ച് വരും. അപ്പോൾ വളരെ അവശതയും വ്യസനവും ദുഃഖവും എൻ്റെ ബലഹീനതയാൽ വരുന്നുണ്ട്. എങ്കിലും നല്ല ഈശോയ്ക്ക് കാഴ്ചവെച്ച് അപേക്ഷിക്കുന്നുണ്ട്. എനിക്ക് എല്ലാറ്റിലും നല്ല ക്ഷമയും ധൈര്യവും നിലനിൽപ്പും തരുന്നതിന് വേണ്ടി പിതാവിൻ്റെ തീഷ്ണതയുള്ള ജപധ്യാനങ്ങളിലും പ്രത്യേക ദിവ്യപൂജയിലും പരിശുദ്ധ അമ്മയോടും നല്ല ഈശോയോടും അപേക്ഷിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിതാവേ, ഞാൻ ഏറെ തെറ്റുകളും ആസക്തികളും ഉള്ളവളാകുന്നു. എൻ്റെ തെറ്റുകൾ എന്നെ അറിയിച്ചു തരണമേ.
എന്നെ നന്നാക്കണമേ, എന്നെ കുറ്റപ്പെടുത്തണമേ. അങ്ങയുടെ സ്വാതന്ത്ര്യം പോലെ എല്ലാറ്റിലും എന്നോട് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പിതാവേ, എൻ്റെ ദിവ്യരക്ഷിതാവിനെ സ്നേഹിക്കാൻ വലിയ സ്നേഹമുള്ളൊരു ഹൃദയം എനിക്ക് ഉണ്ടാകുന്നതിന് വേണ്ടി അപേക്ഷിക്കണമേ. അങ്ങയുടെ ഗുണദോഷ മറുപടിയും ആത്മപിതാവിനടുത്തതും സ്ലീഹാക്കടുത്തതുമായ ആശീർവാദവും താഴ്മയോടെ അപേക്ഷിക്കുന്നു. 2 ദിവസം അടുപ്പിച്ച് ഞാൻ തനിച്ച് കൊന്ത ചൊല്ലുമ്പോൾ ഒരാൾ കൂടെ ചൊല്ലി, ആരാണെന്ന് തിരിഞ്ഞില്ല എന്ന് അയോഗ്യ ശുശ്രൂഷയും എളിയദാസിയുമായ കർമ്മലീത്ത നിഷ്പാദിത 3-ാം സഭ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ എവുപ്രാസ്യ ചിച്ചില്ല സഹോദരി പിതാവിനോട് പറഞ്ഞിട്ടുള്ളത് കൊടുത്തയക്കണമെന്ന് അപേക്ഷിക്കുന്നു.